പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സ്നേഹതീരത്ത് ഗംഗയുടെ കല്യാണ നിശ്ചയ ചടങ്ങുകൾ നടക്കുകയാ. പയ്യന്റെ അമ്മയും ശാരദയും തമ്മിൽ തട്ട് കൈമാറുമ്പോഴേക്കും ഒരു കൊച്ചു പയ്യൻ അങ്ങോട്ട് ഓടി വന്ന് ആ തട്ട് തട്ടിത്തെറിപ്പിച്ച് അച്ഛന്ന് വിളിച്ച് പയ്യന്റെ മടിയിലേക്ക് ഇരിക്കുക. എല്ലാവരും അമ്പരപ്പോടെ അത് നോക്കി നിൽക്കെ, അച്ഛാ ഫോൺ താ അച്ഛാ എന്നാ കുട്ടി ചോദിക്കേ, നീ ഇപ്പോ എവിടുന്ന് വന്നടാ എന്ന് അവനും ചോദിക്കുക. ആകെ വല്ലാത്തൊരവസ്ഥയിലിരിപ്പ ഗംഗയും. അവരുടെ കൂടെ വന്ന ഒരു സ്ത്രീയും പറയുന്നുണ്ട്, തട്ടം താഴെ വീണെന്നു കരുതി അശുഭ ലക്ഷണമാണെന്ന് വിചാരിക്കണ്ട. ഇതുപോലത്തെ ചടങ്ങുകളിൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ. അല്ല തിരുമേനി, ചടങ്ങു തുടങ്ങുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ തിരുമേനി എന്നൊക്കെ ചോദിക്കേ. തടസ്സമൊന്നുമില്ല, ചടങ്ങ് തുടരാമെന്ന് തിരുമേനി. അത് കേൾക്കെ ശാരദയും ദേഷ്യത്തോടെ, ചടങ്ങ് തുടങ്ങാൻ വരട്ടെ, ഈ കുട്ടി ഏതാന്ന് പറയാന്ന് ചോദിക്കേ. അതെ അച്ഛന്നല്ലേ വിളിച്ചത് എന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. എന്താ സംശയം, സിനുവിന്റെ മോൻ തന്നെയാ എന്നാ സ്ത്രീ പറയേ. ഒരു ഞെട്ടലോടെ ജയപാലിനെ നോക്കിക്കൊണ്ട്, ജയപാലേട്ടാ എന്താ ഇതൊക്കെ എന്ന് ശാരദ ചോദിക്കുക. ജയപാലിനും പരുങ്ങലോടെ, ശാരദെ അത് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ വിട്ടുപോയതാ എന്ന് പറയേ. എന്ത് വിട്ടുപോയിന്ന് എന്ന് ശാരദ ചോദിക്കേ. അതെ പയ്യനെ ഒരു കുഞ്ഞുണ്ടേ എന്ന് ജയപാലിനും. കല്യാണ നിശ്ചയം ആയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും കുഞ്ഞോ എന്ന് കാവേരി ദേഷ്യത്തോടെ ചോദിക്കേ. അതുതന്നെയാ എനിക്കും ചോദിക്കാനുള്ളതെന്ന് രാധമ്മയും പറയുന്നുണ്ട്. എന്താ ജയപാല ഇത്, ജയപാലിനെല്ലാം നേരത്തെ അറിയാവുന്നതല്ലേ, ഇക്കാര്യമൊന്നും ഇവിടെ പറഞ്ഞില്ലേ എന്ന് പയ്യന്റെ അമ്മയും ജയപാലിനോടായി ചോദിക്കുക. എല്ലാം പറയണമെന്ന് വിചാരിച്ചത്, പക്ഷേ വിട്ടുപോയി എന്ന് ജയപാലൻ പറയേ. വിട്ടുപോയെന്നോ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നുപോയെന്നോ. ജയപാലേട്ടാ അച്ഛനില്ലാത്ത കുട്ടിയാ ഗംഗ. അവളുടെ കല്യാണം നടത്താൻ നിങ്ങൾ ഒരൊറ്റയാളെയാ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തത്. പക്ഷെ നിങ്ങള് എന്ന് ശാരദ പറയേ. ശാരദേ അതിനിപ്പോ ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് പ്രവീണയും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ മോൻ വന്നു മടി കയറിയിരുന്നു, കുറച്ചു കഴിയുമ്പോൾ മോന്റെ അമ്മയും വരും എന്ന് കാവേരി പറയേ. കാവേരി എന്ന് താക്കീതോടെ വിളിക്കുന്നുണ്ട് ജയപാലനും. എന്താ കാവേരിക്ക് എന്ന് കാവേരിയും ദേഷ്യത്തോടെ ചോദിക്കേ. ശാരദെ സാമാന്യ ബുദ്ധി വെച്ചൊന്ന് ആലോചിക്കേ. ഭാര്യയുള്ളപ്പോ ആരെങ്കിലും മറ്റൊരു കല്യാണം നടത്തുവോ? സിനൂബ് ഒരു കല്യാണം കഴിച്ചു എന്നുള്ളത് സത്യ, പക്ഷേ ഈ മോനൊരു വയസ്സുള്ളപ്പോഴേ ഭാര്യ അസുഖം വന്ന് മരിച്ചുപോയി. അതിനുശേഷം ഇത്രയും നാളും കല്യാണം കഴിക്കാതിരിക്കുമായിരുന്നു എന്ന് ജയപാലൻ പറയേ. പയ്യന്റെ അമ്മയും പറയുക, ഈ വിനുമോനെ ആകെ ഒരു കുസൃതിയാ, ഞങ്ങൾ വിചാരിച്ചത് നിശ്ചയത്തിന് വരില്ലെന്നാ, പിന്നെ ഇവന്റെ അമ്മ വീട്ടുകാരുടെ കൂടെ കാറി കയറി ഇങ്ങ് പോന്നു എന്നവർ പറയേ. കൂടെ വന്ന സ്ത്രീയും പറയുന്നുണ്ട്, പറയുമ്പോ എല്ലാം പറയണമല്ലോ, ഇങ്ങനൊരു അവസരം വന്നത് നന്നായി. സീനു അവന്റെ ഭാര്യ ശ്രീലതയെ ഭ്രാന്തിളകിയിട്ട് ചവിട്ടിക്കൊന്നതാന്നൊക്കെയാ അസൂയാലുക്കളായ നാട്ടുകാരൊക്കെ പറയുന്നത്. ശ്രീലതയുടെ ബന്ധുക്കളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, സംശയമുണ്ടെങ്കിൽ ചോദിക്കാമെന്ന്. പിന്നെ ഇങ്ങനെ തങ്കക്കൊടും പോലെ ഒരു കുട്ടിയെ സ്വന്തം മോനായി കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ എന്നവർ ചോദിക്കേ. പിന്നെ വലിയ കാര്യം തന്നെ, ആ ഭാഗ്യമൊക്കെ നിങ്ങൾ തന്നെ വെച്ചിരുന്നാ മതി. ഒരു രണ്ടാം കെട്ടുകാരന്റെ മുന്നിൽ താലി കെട്ടാൻ കഴുത്തു നിർത്തി കൊടുക്കേണ്ട ഗതികേടൊന്നും എന്റെ ഗംഗേച്ചിക്ക് വന്നിട്ടില്ല എന്ന് കാവേരി വിളിച്ചു പറയേ. ജയപാല എന്താ ഇത്, എത്ര വലിയ വീട്ടിൽ നിന്ന് ബന്ധം നോക്കിയതാ, വലിയ നിലയും വിലയുമില്ലാത്ത ബന്ധത്തിന് മുതിർന്നപ്പോഴാണല്ലോ പഴി കേൾക്കേണ്ടി വന്നത് എന്ന് സിനൂബിന്റെ അമ്മ ചോദിക്കേ. നിങ്ങളോട് ആര് പറഞ്ഞു നിലയും വിലയുമില്ലാത്ത ബന്ധത്തിന് വരാൻ? കൊമ്പത്തു തന്നെ പിടിച്ച പോരായിരുന്നു. ഗംഗ ചേച്ചിയെ ഇവിടുന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളുടെ കാല് പിടിച്ചു കരഞ്ഞോ എന്ന് കാവേരി ചോദിക്കേ. ഇതിൽ ഞങ്ങളുടെ ഭാഗത്തെ തെറ്റെന്താണെന്ന് കൂടി നിങ്ങൾ പറയണം. ഞങ്ങളൊന്നും മറച്ചു വെച്ചിട്ടില്ല, ഈ ജയപാലിന് എല്ലാം അറിയാവുന്നതാണല്ലോ, അതിവിടെ പറഞ്ഞിട്ടുണ്ടാവുമെന്നാ വിചാരിച്ചത് എന്ന് അവരുടെ കൂടെ വന്ന സ്ത്രീയും പറയുന്നുണ്ട്. എന്നാലേ ചെറുക്കന് എത്ര വയസ്സുണ്ടെന്ന് കൂടി പറ എന്ന് ലൂസിയാമ്മയും ചോദിക്കുന്നുണ്ട്. 40 കഴിഞ്ഞു എന്താ എന്ന് അവരുടെ കൂടെ വന്ന സ്ത്രീയും ചോദിക്കേ. എന്താ ജയപാലട്ട ഇത്, വയസ്സടക്കം എല്ലാം പച്ച കള്ളമാ എന്ന് ശാരദയും ജയപാലനോടായി ചോദിക്കുന്നുണ്ട്. കാവേരിയും ദേഷ്യത്തോടെ പറയുക, എന്റെ പാവം ഗംഗേച്ചി എന്ത് പറഞ്ഞാലും തലയാട്ടി നിൽക്കുമെന്നുള്ളത് കൊണ്ട് എന്ത് മാവാന്നാണോ, വഴി കൂടെ പോകുന്ന ആര് വേണമെങ്കിലും ഗംഗേച്ചിയുടെ തലയിൽ കെട്ടിവെക്കാമെന്നാണോ എന്ന് ചോദിക്കേ. ദേ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ എന്ന് സിനുവിന്റെ അമ്മയും അവളുടെ നേരെ വിരൽ ചൂണ്ടുകയും. അതിന് നിങ്ങളോടാരാ സംസാരിക്കാൻ നിൽക്കുന്നേ, ഇവിടെ നിശ്ചയവുമില്ല, ഒരു മണ്ണാം കട്ടയുമില്ല, ഇറങ്ങിപ്പോയിക്കോണം ഇവിടുന്ന് എല്ലാരും എന്ന് കാവേരി വിളിച്ചു പറയേ. കാവേരി എന്ന് താക്കീതോടെ വിളിക്കുന്നുണ്ട് ജയപാലനും. അത് കേൾക്കെ പ്രവീണയും പറയുന്നുണ്ട്, ശാരദേ കുട്ടികൾ അവരുടെ അറിവില്ലായ്മ കൊണ്ട് ആരെങ്കിലും അപമാനിച്ചാൽ നമ്മൾ അത് തിരുത്തേണ്ടത്. അത് കേൾക്കെ ശാരദയും ചോദിക്കുന്നുണ്ട്, കാവേരി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അതിന്, ഇതുപോലൊരു സന്ദർഭത്തിൽ ആരും പറയുന്നതേ അവളും പറഞ്ഞുള്ളൂ. സിനൂബിന്റെ അമ്മയും പറയുന്നുണ്ട്, ജയപാല സിനൂബിന്റെ നിശ്ചയത്തിനെന്ന് പറഞ്ഞിട്ടാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നിശ്ചയം മുടങ്ങിന്ന് പറഞ്ഞ് ചേർത്തലയ്ക്ക് മടങ്ങി പോകാൻ പറ്റില്ല, ഇത് മങ്കൊമ്പ് കുടുംബക്കാരാണെന്ന്. ജയശ്രീ ചുമ്മാതിരുന്നേ, തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ നിശ്ചയം ഇവിടെ നടക്കും, അതുപോരെ എന്ന് ജയപാലൻ ചോദിക്കേ. കാവേരി ഗംഗയും കൊണ്ട് അകത്തോട്ട് പോയെന്ന് ശാരദയും വിളിച്ച് പറയും. ശാരദ എന്ന് ജയപാലൻ വിളിക്കുന്നുണ്ടെങ്കിലും കാവേരി നിന്നോട് ഗംഗയും കൊണ്ട് അകത്തോട്ട് പോവാനാ പറഞ്ഞത് എന്ന് ശാരദ വീണ്ടും പറയും. ഗംഗയെ അവിടെ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് കൊണ്ടുപോവുകയാ കാവേരി. രാധമ്മ അമ്മയെങ്കിലും ഒന്ന് പറ എന്ന് ജയപാലൻ പറയേ. എന്നാലും ഗംഗയ്ക്ക് നീയൊരു രണ്ടാം കെട്ടുകാരനെ കൊണ്ടുവന്നത് കടുത്തുപോയി ജയപാല എന്ന് രാധമ്മയും പറയും. ശാരദ എന്ന് ജയപാലനും ടെൻഷനോട് വിളിക്കേ. തൃപ്തിയായി ജയപാല
ജയബാലേട്ട എന്ന് പറഞ്ഞ് ശാരദയും അകത്തോട്ട് കയറി പോവുക. ഇതെന്താ ജയബാല, വിളിച്ചു വരുത്തി അപമാനിക്കുവാണോ എന്നവരുടെ കൂടെ വന്ന സ്ത്രീയും ചോദിക്കെ. അതെ, നിശ്ചയം നടക്കും, ഒരു 10 മിനിറ്റ് എനിക്ക് താ എന്ന് പറഞ്ഞ് പ്രവീണയും വിളിച്ച് അകത്തോട്ട് കയറി പോവുകയാ ജയബാലന്. ടെൻഷനോടെ നിൽക്കുന്ന വിനീതിനെ നിവിൻ വിളിക്കെ. എടാ അളിയ, ഗംഗ ഒരു പാവാടാ എന്ന് പറയുന്നുണ്ട് വിനീതും. റൂമിലെത്തിയ ശാരദയും സങ്കടത്തോടെ അരവിന്ദേട്ടന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു നിമിഷം നോക്കി നിന്ന് പിന്നാമ്പുറത്തേക്ക് വന്ന് നിൽക്കുമ്പോഴാണ് ജയപാലനും പ്രവീണയും അങ്ങോട്ട് വരുന്നത്. ജയപാലിനെ കാണാൻ ശാരദയും പറയുന്നുണ്ട്, ജയപാലേട്ടാ, എന്റെ മക്കൾക്ക് ആർക്കും ഇഷ്ടമില്ലായിരുന്നു ഈ വിവാഹം. ജയപാലേട്ടനോടുള്ള വിശ്വാസം കൊണ്ടാ അവരെയെല്ലാം ഞാൻ എതിർത്തത്. ജയപാലേട്ടൻ പറഞ്ഞ അത് ശരിയായിരിക്കുമെന്ന് വിചാരിച്ചാ നൊന്തുപെറ്റ മക്കളെ പോലും ഞാൻ ശത്രുക്കളാക്കിയത് എന്ന് ശാരദ പറയേ. ശാരദ, ഒരു കുട്ടിയുള്ളതാണ് പ്രശ്നമെങ്കിൽ ആ കാര്യം എനിക്കും അറിയാമായിരുന്നു. ശാരദയ്ക്കും അറിയാമായിരിക്കുമെന്നാ ഞാൻ കരുതിയതെന്ന് പ്രവീണയും പറയുന്നുണ്ട്. അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഈ ബന്ധത്തിന് സമ്മതിക്കുമായിരുന്നു പ്രവീണ എന്ന് ശാരദ ചോദിക്കെ. ഒരു കുട്ടിയുള്ളതിന് എന്താ ശാരദ പ്രശ്നമെന്ന് പ്രവീണയും. രാഗിണിക്ക് വേണ്ടിയായിരുന്നു ഈ ആലോചനയെങ്കിൽ പ്രവീണ സമ്മതിക്കുമായിരുന്നു എന്ന് ശാരദ ചോദിക്കെ. രാഗിണി വേറെയല്ലേ ശാരദ, അവളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കാൻ ജയപാലേട്ടനുണ്ട്. പണമില്ലാത്തതല്ലേ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പ്രവീണയും ചോദിക്കുക. പണമില്ലാന്ന് കരുതി എന്ന് ശാരദ സങ്കടത്തോടെ ചോദിക്കെ. കുറച്ച് പ്രായോഗികമായിട്ട് ആലോചിക്കുക ശാരദ, നമ്മുടെ കയ്യിൽ പണമില്ല, അവരുടെ കയ്യിൽ അത് ആവശ്യത്തിലധികമുണ്ട്. ചേർത്തലയുടെ പകുതി മങ്കൊമ്പ് കുടുംബക്കാരുടെ കയ്യിൽ കര കാണാ കടല് പോലെ പരന്നു കിടക്കുന്ന സ്വത്ത്. അതിൽ ഓരോ സ്പൂൺ കോരിയെടുത്താലും ഗംഗയ്ക്ക് താഴെയുള്ള 3 കുട്ടികളെ അന്തസ്സായിട്ട് കല്യാണം കഴിപ്പിച്ചയക്കാം എന്ന് പ്രവീണ പറയും. അനിയത്തിമാരുടെ ജീവിതം ഭദ്രമാക്കാൻ വേണ്ടി ഞാൻ ഗംഗയെ പിടിച്ച് കിണറ്റി തള്ളിയിടണോ പ്രവീണെ എന്ന് ശാരദയും ചോദിക്കുക. 2ാം കല്യാണം, ആദ്യ വിവാഹത്തിൽ ഒരു കുട്ടി, ഗംഗയുടെ ഇരട്ടി പ്രായവും എന്ന് ശാരദ ചോദിക്കുക. ആദ്യത്തെ കല്യാണം അങ്ങ് മറന്നു കളഞ്ഞ പോലെ ശാരദേ, അത് നടന്നിട്ടില്ലെന്ന് കരുതണം എന്ന് പ്രവീണ പറയേ. ശാരദേ, ഇതിപ്പോ ഒരബദ്ധം പറ്റിയതാ. അമ്മ വീട്ടിൽ നിന്ന് ആ ചെക്കൻ വളരുന്നതേ അവര് നിശ്ചയത്തിന് വരുന്ന കൂട്ടത്തിൽ ഈ ചെക്കനും കൂടി ചാടിക്കാര് വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ എന്ന് ജയപാലനും ചോദിക്കുക. ഓ, അപ്പൊ ആ പയ്യൻ വന്നില്ലായിരുന്നെങ്കിൽ ഇത് 2ാം കല്യാണമാണെന്ന് കല്യാണം കഴിയുന്നത് വരെ ആരും അറിയില്ലായിരുന്നു അല്ലേ എന്ന് ശാരദയും ചോദിക്കുന്നുണ്ട്. ശാരദേ, ഒരു നിശ്ചയം മുടങ്ങി, ഇതും കൂടെ മുടങ്ങിയിട്ട് എന്ത് ചെയ്യാനാ എന്ന് ജയപാലൻ ചോദിക്കേ. ഞാനാണോ? ഞാൻ എന്റെ മക്കളെ ഓരോന്നായി വിഷം കൊടുത്ത് അങ്ങ് കൊല്ലും. 4 പെൺമക്കളെ പ്രസവിച്ചതിന്റെ ശിക്ഷയാണെന്ന് അങ്ങ് വിചാരിച്ചോ എന്ന് ശാരദ പരിഹസിക്കെ. ശാരദ പറഞ്ഞതിലെ പരിഹാസമൊക്കെ എനിക്ക് മനസ്സിലായി. ഒരു കുടുംബനാഥനില്ല, സ്ത്രീധനമായി കൊടുക്കാൻ പൊന്നോ പണമോ ഇല്ല. ഒരു കല്യാണ നിശ്ചയം മുടങ്ങി, അതും അപശകുനമായി അച്ഛന്റെ ജീവനും എടുത്തോണ്ട്. അതിനു പുറമെ എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടി 2ാമത്തെ മോള് സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് സൽപ്പേര്. ശാരദേ, ഇതുപോലൊരു വീട്ടിലേക്ക് ആര് കല്യാണം അന്വേഷിച്ചു വരാനാ? ഈ ആലോചന തന്നെ സംഘടിപ്പിച്ചോണ്ട് വരാൻ ഞാൻ എന്തുമാത്രം പാടുപെട്ടെന്നറിയാമോ എന്ന് ജയപാലൻ പറയേ. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഊണും ഉറക്കവും കളഞ്ഞ് ജയപാലേട്ടൻ എത്രയാ കഷ്ടപ്പെടുന്നതെന്ന് അറിയാമോ എന്ന് പ്രവീണയും ചോദിക്കുന്നുണ്ട്. അവിടെ റൂമിലിരുന്ന് സങ്കടത്തോടെ കരയുകയാ ഗംഗ. യമുനയും നിളയും സങ്കടത്തോടെ അവിടെ ഇരിപ്പുണ്ട്. ദേഷ്യത്തോടെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാ കാവേരിയും. അപ്പോഴാണ് രാധമ്മ അങ്ങോട്ട് വന്ന് ഗംഗ മോളെന്ന് വിളിച്ച് അവളുടെ അടിയിലേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്നത്. നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതി വരുമായിരുന്നു മോളെ എന്ന് രാധമ്മ സങ്കടത്തോടെ ചോദിക്കേ. ആ ഗുസ്തിക്കാരൊക്കെ എവിടെ, ഇതുവരെ പോയില്ലേ എന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. അതൊക്കെ ശാരദ നോക്കിക്കോളും എന്ന് രാധമ്മ പറയേ. അമ്മ തീരുമാനിച്ചതൊക്കെ മതി, ചിറ്റപ്പനെയും ചിറ്റമ്മയും ഒക്കെ ഞാൻ തന്നെ ചവിട്ടി പുറത്താക്കാം എന്ന് പറഞ്ഞ് കാവേരി റൂമിൽ നിന്ന് പോവാൻ തുടങ്ങുന്നേരം കാവേരി അവിടെ നിൽക്കാനാ പറഞ്ഞത് എന്ന് രാധമ്മ അവളെ തടയെ. ഒന്ന് പോ അച്ഛമ്മേ എന്ന് ദേഷ്യത്തോടെ കാവേരി. അച്ഛമ്മ പറഞ്ഞ അനുസരിക്കാൻ വയ്യാതായോ നിനക്ക്? ശാരദ ഒറ്റയ്ക്കെടുത്ത തീരുമാനങ്ങളാ ഇതുവരെ ഇത്രയും കൊണ്ടെത്തിച്ചത്. ഇതിന്റെ അവസാനം എന്താണെന്ന് അവൾ തന്നെ തീരുമാനിക്കട്ടെ. ഇതിനിടയിൽ നീ കയറി ഇടപെടാൻ പോയാ എല്ലാത്തിന്റെയും ഉത്തരവാദിത്തം നിന്റെ തലയിലാവും. അത് വേണോ? ഇനി നീതിയില്ലാത്തൊരു തീരുമാനമാണ് അവൾ എടുക്കുന്നതെങ്കിൽ അച്ഛമ്മയുണ്ട് ഇവിടെ ചോദിക്കാൻ. എന്റെ അരവിന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നടക്കുമായിരുന്നോ അത് മാത്രമേ ഇവിടെ നടക്കൂ എന്ന് രാധമ്മ ഉറപ്പിച്ചു പറയേ. സങ്കടത്തോടെ നിൽപ്പാ കാവേരിയും. അവിടെ വിനീതും നിവിനോടായി പറയുന്നുണ്ട്, എന്ത് സന്തോഷമായിട്ടിരിക്കേണ്ടതാ ഇവിടെ. കണ്ടില്ലേ, മരണ വീട് പോലെ. എടാ, ഗംഗയുടെ സൗന്ദര്യവും ജീവിത സാഹചര്യവും ഒക്കെ വെച്ചിട്ട് എത്ര നല്ല പയ്യന്മാരെ കിട്ടേണ്ടതാടാ. നിന്റെ അമ്മാവൻ എന്താടാ ഇങ്ങനെ? ഇതിപ്പോ ഗംഗയെ അപമാനിക്കുവാ എന്ന് വിനീത് പറയേ. എനിക്കറിയില്ല ബ്രോ, കാവേരി എപ്പോഴും പറയും ജയപാലൻ അങ്കിൾ ശരിയല്ലെന്ന്. അയാള് തന്നെയാ കഥയിലെ വില്ലനെന്ന്. ഇപ്പോഴാ എനിക്കത് ബോധ്യപ്പെട്ടതെന്ന് നിവിനും പറയുകയാ. അവിടെ ശാരദയെ തങ്ങളുടെ വരുതിയിലാക്കാനുള്ള ശ്രമത്തിലാ ജയപാലനും പ്രവീണയും. ഇവിടെ പോ ഗംഗയുടെ കാര്യം മാത്രമല്ലല്ലോ ശാരദ ആലോചിക്കേണ്ടത്. ചേച്ചിയുടെ നിശ്ചയം 2 തവണ മുടങ്ങിയ ഈ വീട്ടിലേക്ക് കാവേരിക്കൊരു ആലോചന വരുമോ? അരവിന്ദൻ പോയി, അതൊരു കുറവ് തന്നെയാ. ഒരു പെൺകുട്ടിയുടെ കല്യാണമായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ അത് നടത്തിയേനെ. പക്ഷെ ഇവിടെ പോ പെൺകുട്ടികള് 4 ആളുടെയും കരുതണ്ട. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഗംഗയുടെ ജീവിതം രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല
എന്ന് ജയപാലൻ പറയെ പ്രവീണയും പറയുന്നുണ്ട്. ആദ്യം കുറച്ച് വിഷമമൊക്കെ തോന്നിയെന്ന് വരും ശാരദ, പിന്നെ ഗംഗ നന്നായി ജീവിക്കുന്നത് കാണുമ്പോൾ അതൊക്കെ മാറുമെന്ന് ജയപാലൻ വീണ്ടും പറയുകയാ. ശാരദെ, ഗംഗയുടെ അവിടത്തെ കാര്യത്തിൽ ഞാനാ ഗ്യാരണ്ടി തരുന്നത്. എന്തു കുഴപ്പമുണ്ടായാലും ശാരദയ്ക്ക് എന്നെ വിളിച്ചു ചോദിക്കാം. ശാരദെ, കുട്ടികളുടെ സങ്കല്പവും യാഥാർത്ഥ്യവും വേറെ വേറെയാ. നമ്മൾ മുതിർന്നവർ വേണം അവരെ പറഞ്ഞു മനസ്സിലാക്കാനേ. ചെന്ന് ഗംഗയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ചടങ്ങിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. അപ്പോഴേക്ക് ഞങ്ങൾ ചെന്ന് ചടങ്ങിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കും എന്ന് പറഞ്ഞ് പ്രവീണയും കൂട്ടിക്കൊണ്ടു പോവുകയാ ജയപാൽ. ശാരദയും എന്ത് ചെയ്യണമെന്ന ആലോചനയോടെ അവിടെ തന്നെ നിൽപ്പാം. ചടങ്ങ് നടക്കുന്നിടത്തേക്ക് ജയപാലൻ പ്രവീണയും കൊണ്ടുവന്ന് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതിൽ ഒരു മാറ്റവുമില്ല, നിശ്ചയം ഇപ്പോൾ നടക്കും. പെണ്ണ് അല്പസമയത്തിനകം ഇങ്ങോട്ട് വരുമെന്ന്. പിന്നീട് തിരുമേനിയോടായി, തിരുമേനി കുഞ്ഞിങ്ങോട്ട് വന്നാലേ ചടങ്ങ് വൈകിപ്പിക്കണ്ട. അതുകൾക്ക് ടെൻഷനോടെ നിൽപ്പാൻ വിനീതും നിവിനുമെല്ലാം. ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ശാരദയും റൂമിലെത്തി അരവിന്ദേട്ടന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന്, അരവിന്ദേട്ടാ, ഈ കാര്യത്തിൽ അരവിന്ദേട്ടൻ തന്നെ ഒരു തീരുമാനം പറയണം. അരവിന്ദേട്ടന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നില്ലേ ഗംഗയുടെ വിവാഹം? ഇപ്പോ എന്റെ ഒരു വാക്കിന്റെ മീതയാ നമ്മുടെ മോളുടെ ഭാവി. ഒന്ന് കണ്ണ് തെളിയിച്ചതാ അരവിന്ദേട്ട എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുക ശാരദ. പറയില്ല അല്ലേ? എപ്പോഴത്തെയും പോലെ എന്നെ എപ്പോഴും പറ്റിക്കുക അല്ലേ? അരവിന്ദേട്ടാ, നമ്മുടെ മോളുടെ ഭാവി എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നാണോ? ഓ, അതും പറയില്ല അല്ലേ? ശരി, പറയില്ലെങ്കിൽ വേണ്ട. അരവിന്ദേട്ടന് വേണ്ടല്ലോ സ്വന്തം മക്കളെ. ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞോ എന്ന് കരഞ്ഞു പറഞ്ഞ് ശാരദ നടന്നു നീങ്ങുമ്പോഴേക്കും ശാരദേ എന്നുള്ള അരവിന്ദന്റെ വിളി എത്തുകയാ. ഒരു ഞെട്ടലോടെ ശാരദ നിൽക്കുമ്പോഴേക്കും തിരിഞ്ഞു നോക്കണ്ട, നോക്കിയാൽ എന്നെ കാണാൻ പറ്റൂല. ഗംഗയുടെ കാര്യത്തിൽ എനിക്ക് എന്നും ഒരു തീരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവരാണ് ആ തീരുമാനം മാറ്റിയത്. എന്റെ കൂടെ ജീവിതം പങ്കുവെച്ച നീ അതറിയണമായിരുന്നു. നീ ചോദിക്കാതെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അത് ജയപാലിന്റെ കാര്യമാണ്. തെറ്റുപറ്റിയത് എനിക്കാണ്. ഞാൻ എല്ലാം തുറന്നു പറയേണ്ടതായിരുന്നു നിന്നോട്. സാരമില്ല, അക്കാര്യവും നിങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്താം എന്ന് അരവിന്ദേട്ടൻ പറയുന്നത് കേൾക്കെ, അരവിന്ദേട്ടാ, അപ്പോൾ ഗംഗയുടെ കാര്യം എന്ന് ശാരദ ചോദിക്കുന്നു. ഇതിൽ കൂടുതൽ ഒന്നും പറയാൻ നിർവാഹമില്ല ശാരദേ എന്ന് അരവിന്ദൻ പറയുമ്പോഴേക്കും ശാരദ പിന്തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോഴേക്കും അരവിന്ദേട്ടൻ അവിടുന്ന് പോയിരുന്നു. പരിഭ്രമത്തോടെയും അമ്പരപ്പോടെയും അരവിന്ദേട്ടന്റെ ഫോട്ടോയിലൊക്കെ നോക്കി. ഇങ്ങനെ പാതി മാത്രം പറഞ്ഞാൽ എങ്ങനെയാ അരവിന്ദേട്ട എന്ന് ചോദിച്ച് ആ ഫോട്ടോയിലേക്ക് തന്നെ ഒരു നിമിഷം നോക്കി നിന്ന് എന്തോ മനസ്സിൽ ഉറപ്പിച്ച മട്ടിൽ സമ്മതിക്കുകയാ ശാരദ. പിന്നീട് അവർ വിനീതിന്റെ അരികിലേക്ക് വന്ന്, വിനീതേ, ഞാൻ മോനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? അത് മരിച്ചുപോയ മോന്റെ അമ്മാവനെ കരുതി മോനായിട്ട് എനിക്കത് ചെയ്തു തരണം എന്നവർ പാരങ്ങളോടെ ചോദിക്കെ, അമ്മായി പറയേ, ഞാൻ എന്റെ ചങ്ക് പറിച്ച് കൈ വെച്ചു തരാം എന്ന് വിനീതും. നിനക്ക് ഗംഗയെ ഇഷ്ടമായിരുന്നു എന്ന് എനിക്കറിയാം. അവൾക്ക് നാടിന് പുറത്തു പോയി കൂടുതൽ സൗകര്യങ്ങളോടെ ജീവിക്കാനായിരുന്നു ഇഷ്ടം. അതവള് അരവിന്ദേട്ടനോട് പറഞ്ഞപ്പോഴാ അദ്ദേഹം മോനെ വിളിച്ച് സംസാരിച്ചതെന്ന് അമ്മായി പറയേ, അതെനിക്കറിയാം അമ്മായി എന്ന് വിനീത്. ആ കല്യാണം മുടങ്ങി. വീണ്ടും ഒരു ആലോചന വന്നു. ഇത് കൊണ്ടുവന്നത് ഞാനല്ല മോനെ, ജയപാലേട്ടനാ. ആ ചെറുക്കന്റെ കല്യാണം കഴിഞ്ഞതാണെന്നും അവനൊരു മകൻ ഉണ്ടായിരുന്നെന്നും സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു മോനെ എന്ന് പറഞ്ഞവർ സങ്കടത്തോടെ പൊട്ടിക്കരയെ, എന്താ അമ്മായി, കരയല്ലേ എന്നവനും അമ്മായിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. തറയിലും തലയിലും വെക്കാതെ വളർത്തിയതാ ഞാനും അരവിന്ദേട്ടനും ഗംഗയെ. അവളുടെ ജീവിതം നശിപ്പിക്കാൻ എനിക്ക് കൂട്ടു നിൽക്കാൻ പറ്റുമോ മോനെ? ഇതും കൂടി മുടങ്ങിയ ഗംഗയുടെ രണ്ടാമത്തെ കല്യാണ നിശ്ചയമാ മുടങ്ങുന്നത്. ഇനി ഒരു ചെറുക്കനെ എവിടെ പോയി അന്വേഷിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ മോനോട് ചോദിക്കുവാ. നാണവും മാനവും ഉണ്ടെങ്കിൽ ചോദിക്കാൻ പാടില്ല. പക്ഷേ ഒരു പെൺകുട്ടിയുടെ അമ്മയായതുകൊണ്ട് ഞാൻ അത് മാറ്റി വെക്കുകയാ മോൻ എന്ന് പറഞ്ഞ് നിറ കണ്ണുകളോടെ കൈകൂപ്പി, എന്റെ മോളെ കല്യാണം കഴിക്കോ എന്നവർ ചോദിക്കെ സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞു നിൽപ്പാ വിനീതും. അവൻ സന്തോഷത്തോടെ നിവിനെ നോക്കുമ്പോഴേക്കും, പറ്റില്ലെന്ന് മാത്രം പറയില്ലേ മോനെ എന്ന് അമ്മായി കൈകൂപ്പി പറയെ ആ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട്, എന്താ അമ്മായി ഇത്? അമ്മായിയോ അമ്മാവനോ ഒരു കാര്യം ചോദിച്ചാ പറ്റില്ലെന്ന് പറയോ ഈ വിനീത്? എന്റെ ജീവൻ ചോദിക്ക്, തരും ഞാൻ എന്ന് വിനീത് പറയുന്നു. അമ്മായി, ഗംഗയെ എനിക്ക് തന്നാ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, എന്റെ ചങ്കിലെ ജീവന്റെ തുടിപ്പുള്ള കാലത്തോളം എന്നവൻ സന്തോഷത്തോടെ പറയെ, മോനെ, മാപ്പ് ചോദിക്കാൻ പോലുമുള്ള യോഗ്യതയില്ല എനിക്ക്. നിന്റെ ഈ വലിയ മനസ്സാണല്ലോ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചത്. മാപ്പ് എന്ന് പറഞ്ഞ് അവന്റെ കാലിലേക്ക് വീഴാൻ പോകുന്നേരം അവൻ അമ്മായിയെ പിടിച്ചു നിർത്തി, എന്താ അമ്മായി ഇത്? ഈ വിനീതുണ്ട് എന്നും കൂടെ, ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ അമ്മായി എന്ന് പറഞ്ഞ അമ്മായിയെ ചേർത്ത് പിടിക്കുക വിനീതും. സന്തോഷത്തോടെ ആ കാഴ്ച കണ്ട് നിൽപ്പാൻ നിവിനും. പിന്നീട് കണ്ണു നിറഞ്ഞ് വിനീതിനോട് മൗനമായി യാത്ര പറഞ്ഞ് അകത്തേക്ക് പോവുകയാ അമ്മായിയും. ആശ്വാസത്തോടെയും സന്തോഷത്തോടെയും നിവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് വിനീതും. സന്തോഷം അടക്കാനാവാതെ അവൻ ചിരിയോടെ നിൽക്കുമ്പോഴേക്കും, ഹാപ്പി അല്ലേടാ എന്ന് നിവിനും ചോദിക്കുന്നുണ്ട്. കണ്ണു തുടച്ച് ചിരിയോടെ നിൽക്കുന്ന വിനീതിനെ നിവിൻ ചേർത്ത് പിടിക്കുക. തന്റെ മടിയിലിരുന്ന് മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന മോനോടായി സിനൂബും, ഡാ ഒന്ന് അടങ്ങിയിരിക്കടാ, എന്ത് കഷ്ടം ഇത് എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ശാരദയും കൂടെ കാവേരിയും യമുനയും അങ്ങോട്ട് വരുമ്പോഴേക്കും, ദാ വന്നല്ലോ പെങ്ങളെ, ഇനിയിപ്പോ ചടങ്ങ് തുടങ്ങാം, എന്താ എന്ന് തിരുമേനിയോടായി ചോദിച്ചു. ശാരദേ, ഗംഗയെ വിളിക്കെന്ന് പറയുന്നുണ്ട് ജയപാലൻ. അത് മൈൻഡ് ചെയ്യാതെയുള്ള ശാരദയുടെ നിൽപ്പ് കണ്ട്, ശാരദേ, ഗംഗയെ വിളിക്കാൻ എന്ന് ജയപാലൻ വീണ്ടും പറയുകയാണ്. ജയപാലനെ തന്നെ ദേഷ്യത്തോടെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽപ്പാ കാവേരിയും. ടെൻഷനോടെ റൂമിലെ കട്ടിലിരിപ്പാ ഗംഗയും. റൂമിന്റെ ഡോറിനരികിൽ നിന്ന് ഹാളിലേക്ക് എത്തി നോക്കി നിൽപ്പുണ്ട് നീളയും. ശാരദയെ ഗംഗയെ വിളിക്കാനാ പറഞ്ഞേ എന്ന് ജയപാലൻ വീണ്ടും പറയും. എനിക്ക് താല്പര്യമില്ല ജയപാലേട്ടാ
ഈ വിവാഹ നിശ്ചയത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുക എന്ന് ശാരദ പറയേ. നന്നായിട്ടുണ്ട് എന്ന് ജയശ്രീയും ദേഷ്യത്തോടെ പറയുകയാണ്. നിങ്ങളുടെ മകൻ നേരത്തെ കല്യാണം കഴിച്ച കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. അതറിയാമായിരുന്നെങ്കിൽ നിശ്ചയത്തിന് നിങ്ങളെ വിളിച്ചു വരുത്തേമില്ലായിരുന്നു എന്ന് ശാരദ തന്റെ തീരുമാനം അറിയിക്കെ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ശാരദയുടെ തലയ്ക്കകത്ത് ഒന്നും കയറിയില്ലേ എന്ന് പ്രവീണയും ചോദിക്കുന്നുണ്ട്. ജയപാലനും പറയുകയാ, ശാരദെ, തലപ്പല്ലി ചിലയ്ക്കുന്നത് പോലെ ഞാൻ ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ. ഈ കല്യാണം കൂടി മുടങ്ങിക്കഴിഞ്ഞാൽ ഗംഗയെ പിന്നെ ആര് കല്യാണം കഴിക്കാനാ ശാരദ എന്ന് പ്രവീണയും ചോദിക്കേ. മോളെ കെട്ടിക്കാതെ വീട്ടിൽ നിർത്തുമായിരിക്കും, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ എന്ന് ജയപാലനും. ഒരു കല്യാണാലോചന മുടങ്ങിയാലേ കല്യാണം തന്നെ മുടങ്ങിയെന്ന് പറയും നാട്ടുകാർ. ഇപ്പൊ ഈ മുടങ്ങിയത് കല്യാണ നിശ്ചയമാ, അതൊന്നല്ല 2 വട്ടം. പിന്നെ ഈ പെണ്ണിനെ കെട്ടാൻ ആര് വരാനാ എന്ന് ജയപാലൻ ചോദിക്കേ. എന്റെ ഗംഗയെ എന്റെ മരുമകൻ കല്യാണം കഴിക്കും എന്ന് ശാരദ ഉറപ്പിച്ചു പറയേ. മരുമോനോ? ഏത് മരുമോൻ എന്ന് ജയപാലൻ. എന്റെ അരവിന്ദേട്ടന്റെ പെങ്ങൾ സുജാതയുടെ മകൻ വിനീത് കല്യാണം കഴിക്കും എന്റെ ഗംഗയെ എന്നമ്മ പറയുന്നത് കേൾക്കെ നിളയ്ക്കും സന്തോഷമാവുകയാ. അവൾ ഓടിച്ചെന്ന് സങ്കടത്തോടെ കട്ടിലിരിക്കുന്ന ഗംഗേച്ചിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞത് കേട്ടോ ഗംഗേച്ചി? വിനീതേട്ടൻ ഗംഗേച്ചിയെ കല്യാണം കഴിക്കണമെന്ന് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ നടന്നു ഗംഗേച്ചി എന്ന് പറഞ്ഞവൾ ഗംഗേച്ചിക്കൊരു ഉമ്മ കൊടുക്കേ. ഗംഗയും സങ്കടത്തോടെ ഇരിപ്പാ. നിവിനപ്പോഴേക്കും വിനീതിനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അവനൊരു പരുങ്ങളോടെ നിൽക്കുമ്പോഴേക്കും ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ? ഇതല്ലേ ഹീറോയിസം. വാടാന്ന് വിളിച്ച് അവനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാ നിവിൻ. ലൂസി അമ്മയും കൂടെയുള്ളവരോടായി പറയുന്നുണ്ട്, സുജാതയുടെ മകനാ ഇവൻ കൊള്ളാമെന്ന്. വിനീതിന്റെ മനസ്സിലപ്പോൾ ജയപാലൻ അതിഥികൾക്ക് തന്നെ പരിചയപ്പെടുത്തിയ കാര്യം ഓർമ്മയിലേക്ക് വരുന്നത്. ഒരു മണ്ടനാ, ഓരോന്നും പറഞ്ഞ് ചെയ്യിക്കണം. പിന്നെ ഗുണം എന്താന്ന് വെച്ചാലേ പണത്തിനോട് വലിയ ആർത്തിയിൽ എന്നൊക്കെ പറഞ്ഞതും ഇവിടെ നീ പരിചയപ്പെട്ട ആളുകൾക്കൊപ്പം ജീവിതാവസാനം വരെ കഴിയുന്നതാ നിന്റെ സന്തോഷം. അവൾക്കത് ബോറടിക്കും. അവൾക്ക് വേറെ ലോകം കാണണം, പുതിയ ആൾക്കാരെ പരിചയപ്പെടണം, പുതിയ കുടുംബം ഉണ്ടാവണം എന്നൊക്കെ അരവിന്ദൻ അമ്മാവൻ പറഞ്ഞതും അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട്. ശാരദ അവന്റെ അരികിലേക്ക് ചെന്ന് അവനെ കൊണ്ടുവന്ന് മുന്നിലേക്ക് നിർത്തി. ദേ, ഇതാണ് ഞങ്ങളുടെ വിനീത്. ചിലരൊക്കെ പരിഹസിക്കുന്നത് പോലെ ജീവിക്കാൻ അറിയാത്തവനോ ബുദ്ധിയില്ലാത്തവനോ ഒന്നുമല്ല. ഒരു പെണ്ണാഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സ്വത്തും ഗുണവും ഒക്കെ കയ്യിലുള്ളവനാ. ഒരു പെൺകുട്ടിയെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കാനും വേണ്ടി വന്ന ജീവിതാവസാനം വരെ അവൾക്ക് വേണ്ടി കാത്തിരിക്കാനും തപസ് ചെയ്യാനുമൊക്കെ തയ്യാറുള്ളൊരു മനസ്സ്. അതാ ഏതു പെണ്ണും അവളുടെ പുരുഷനെന്ന് ആഗ്രഹിക്കുന്നത്. വലിയ പണക്കാരനൊന്നുമല്ലെങ്കിലും പൊന്നുപോലെ നോക്കിക്കോളും. ഇവൻ എന്റെ ഗംഗയെ തൊഴിലെടുത്ത് ജീവിക്കാനുള്ള ആരോഗ്യവുമുണ്ട്, മനസ്സുമുണ്ട്. എന്റെ അരവിന്ദേട്ടനും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ മനുഷ്യൻ മരിക്കുന്നതുവരെ അല്ലലും പട്ടിണിയുമൊന്നും എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അതിനപ്പുറമുള്ള സുഖമൊന്നും എന്റെ മക്കൾക്കും വേണ്ട. ചോക്കുമലയിലിരുന്ന് ചോക്കന്വേഷിച്ചവൻ നടന്നു തളർന്ന കഥയാ. ശാരദയുടെയും മക്കളുടെയും മുത്തും പവിഴമൊന്നും ഇനി ഞങ്ങൾക്കും വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ സ്വത്ത് മാത്രം മതിയെന്ന് പറഞ്ഞ് വിനീതിനെ ചേർത്തു നിർത്തുകയാ ശാരദ. അതൊക്കെ നിങ്ങളുടെ കാര്യം, പക്ഷേ ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിച്ച പോലെ ആയില്ലേ എന്നവരുടെ കൂടെ വന്ന സ്ത്രീ ചോദിക്കെ. അതിന് മറുപടി പറയേണ്ടത് ഞങ്ങളുടെ അമ്മയല്ല. ഇവിടെ നിൽക്കുന്നില്ലേ 6 അടി പൊക്കത്തിലും ഒത്ത വണ്ണത്തിലും ഒരു സാധനം. സാമാന്യ ബുദ്ധിയില്ലേ അതിന്? നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നതല്ലേ, എന്നിട്ടും നിങ്ങളെ അപമാനിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് കാവേരി ചോദിക്കെ. ആ, അതും ഒരു കണക്കിന് ശരിയാ എന്നാ സ്ത്രീ പറയുന്നുണ്ട്. പയ്യനപ്പോഴേക്കും അവിടുന്ന് എഴുന്നേറ്റ്, ജയപാലേട്ടാ വളരെ ചീപ്പായിപ്പോയി. എന്റെ ജീവിതം വെച്ചാ നിങ്ങൾ കളിച്ചതെന്ന് പറയേ. ജയപാലനും ശാരദയോടായി പറയുന്നുണ്ട്. നന്നായി ശാരദേ, തൃപ്തിയായി ഇന്ന്. പ്രവീണയും പറയുകയാ, അരവിന്ദേട്ടന്റെ പാതിന്ന് പറഞ്ഞ ഈ മനുഷ്യൻ രാപ്പകലില്ലാതെ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അതിന്റെ കൂലി കൃത്യമായി പലിശ സഹിതം അളന്നു കൊടുത്തല്ലോ. ഇതെന്തെങ്കിലും സംഭവിക്കുമെന്ന് നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനിയെങ്കിലും സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കി ജീവിക്കേ. ഈ ഉത്സാഹവും ശുഷ്കാന്തിയുമൊക്കെ രാഗിണിയുടെ കാര്യത്തിലായിരുന്നെങ്കിൽ അവൾക്കിപ്പോ ഒരു കുടുംബമായേനെ എന്ന് പ്രവീണ ജയപാലിനോടായി പറയുന്നുണ്ട്. ഇതുപോലുള്ള പരിഹാസവും നിന്ദയും അപമാനവും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലെന്ന് ജയപാലൻ പറയേ. നിങ്ങൾക്കിത് കിട്ടണം. അന്യന്റെ കാര്യത്തിൽ അവരെക്കാൾ ശുഷ്കാന്തി കാണിക്കുമ്പോൾ ഈ അനുഭവം ഓർമ്മയിൽ വരണം എന്ന് പ്രവീണ പറയേ. നിർത്തടി, മിണ്ടാതിരിക്കെ എന്ന് ദേഷ്യത്തോടെ ജയപാലനും പറയുന്നുണ്ട്. പിന്നീട് ഒരു പതർച്ചയോടെ, ശാരദേ, ഇവൾ അങ്ങനെ പലതും പറയും. ചെറിയ മനസ്സാ, അത് കാര്യാക്കണ്ട. നിങ്ങൾ എന്നെ അപമാനിക്കുകയോ ആട്ടിയിറക്കുകയോ എന്ത് വേണേലും ചെയ്തോ. പക്ഷേ ഒരു സഹായത്തിന് നിങ്ങൾ എന്നെ വിളിച്ചാ ദേ ഞാൻ കൂടെ ഉണ്ടാവും. കാരണേ ഇതെന്റെ അരവിന്ദന്റെ കുടുംബമാ. എന്ന് പോവാം എന്ന് ജയപാലൻ എല്ലാവരോടുമായി പറയേ. അച്ഛാ, എന്നെ എടുക്കെന്ന് സിനുബിന്റെ മകൻ പറയുന്നുണ്ട്. അയാൾ അവനെ എടുക്കുമ്പോഴേക്കും അവരെല്ലാം പുറത്തേക്ക് ഇറങ്ങി പോകുന്നതിനിടയിൽ ജയപാലനും അരവിന്ദനും ഒന്നിച്ച് ഫ്രെയിം ചെയ്തു വെച്ച ചുമരിൽ തൂക്കിയ ഫോട്ടോ സിനൂബിന്റെ മകൻ തട്ടി വീഴ്ത്തുന്നുണ്ട്. ജയപാലൻ ചെന്ന് ആ ഫോട്ടോ എടുത്തു വന്ന്, കണ്ടില്ലേ, എന്റെ അരവിന്ദന്റെ ആത്മാവ് പുറത്തിട്ടില്ല എന്ന് പറഞ്ഞ് ശാരദയുടെ മുമ്പിൽ ചെന്ന് ആ ഫോട്ടോ തനിക്ക് അഭിമുഖമായി പിടിച്ച്, ശാരദെ, കണ്ണു തുറന്നു കാണ്, അരവിന്ദന്റെ ആത്മാവിന്റെ നിലവിളിയാ ഇപ്പോൾ കേട്ടത് എന്ന് പറയെ ആ ഫോട്ടോയ്ക്ക് പിറകിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ ശാരദയുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ സംശയത്തോടെ അത് വായിച്ചു നോക്കുമ്പോഴേക്കും, ദാ വെച്ചു ശാരദെ,
ജീവിതത്തിൽ ഒരിക്കലും ഉണങ്ങാൻ പറ്റാത്ത മുറിവായിട്ട് ഇതിരിക്കട്ടെ. താ വെച്ചോ എന്ന് പറഞ്ഞ് ജയപാലൻ നീട്ടെ ശാരദയും ഒരു മരവിപ്പോടെ ആ ഫോട്ടോ വാങ്ങി. അതിന്റെ പുറകിൽ അരവിന്ദൻ എഴുതിയത് വായിക്കുക. സ്നേഹം നടിച്ച് സുഹൃത്തിനെ ചതിച്ചവൻ എന്നെഴുതിയത് ശാരദ വായിക്കെ. ആ ഫോട്ടോയിലൂടെ അരവിന്ദന് പറയാനുള്ളത് പറഞ്ഞതാ ശാരദ. മരിച്ച ഒരാൾക്ക് ഇത്രയും വ്യക്തമായൊരു സൂചന തരാൻ പറ്റത്തില്ല എന്ന് ജയപാലൻ ടെൻഷനോടെ പറയേ. ആ ഫോട്ടോയ്ക്ക് പുറകിൽ എഴുതിയത് ശ്രദ്ധിച്ച് ഇത് അച്ഛൻ്റെ കൈയക്ഷരമല്ലേ അമ്മേ എന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അതേ മോളെ എന്ന് പറഞ്ഞ് ശാരദ മുമ്പ് നടന്ന കാര്യം ഓർത്തെടുക്കുക. നീ ചോദിക്കാതെ തന്നെ ഞാനൊരു കാര്യം പറയാം. അത് ജയപാലൻ്റെ കാര്യമാണ്. തെറ്റ് പറ്റിയത് എനിക്കാണ്. ഞാൻ എല്ലാം തുറന്നു പറയേണ്ടതായിരുന്നു നിന്നോട്. സാരമില്ല, അക്കാര്യവും ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തും എന്ന് കുറച്ചു മുമ്പ് നടന്ന കാര്യം ഓർമ്മിച്ചെടുക്കെ. യമുനയും അങ്ങോട്ട് വന്ന് അതിലേക്ക് നോക്കി അമ്മേ അച്ഛനാണോ ഇത് എഴുതിയത്? പക്ഷേ ഇതെപ്പോഴാ എന്ന് ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. മരിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി എന്നമ്മായി പറയേ. തലേ ദിവസം രാത്രിയോ? അത് അമ്മായിക്ക് എങ്ങനെ അറിയാമെന്ന് വിനീതും ചോദിക്കുക. ഞാൻ നേരിട്ട് കണ്ടതാ വിനീതേ, പക്ഷേ മണ്ടിയായ ഞാനത് തിരിച്ചറിഞ്ഞില്ല എന്ന് സങ്കടത്തോടെ പറഞ്ഞ് ശാരദ അന്നത്തെ അക്കാര്യം ഓർമ്മിച്ചെടുക്കുക. കാര്യമൊന്നും അറിയാതെ ജയപാലൻ അപ്പോഴോ നിങ്ങൾ സമാധാനിക്കുക, എല്ലാം കോംപ്രമൈസ് ആവും. അരവിന്ദനും ഞാനും തമ്മിലുള്ള ഇരിപ്പ് വശമേ അങ്ങനെയാ എന്ന് പയ്യന്റെ കൂട്ടരോടായി ചിരിയോടെ പറഞ്ഞ് പോവാൻ തുടങ്ങുന്നേരം ശാരദ അദ്ദേഹത്തെ തടഞ്ഞ് പോവാൻ തുടങ്ങിയതല്ലേ, ദാ ഇതുകൂടി കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ആ ഫോട്ടോ നീട്ടെ. അല്ല ശാരദേ, ഇത് ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. വേണ്ട, ഇത് ജയപാലേട്ടന്റെ വീട്ടിലാ ഇരിക്കേണ്ടത് എന്ന് മുഖ കണ്ണാടി കാണും പോലെ കാണാൻ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കാൻ എന്ന് ശാരദ പറയേ. ഒരു പരുങ്ങലോടെ ജയപാലൻ അത് വാങ്ങി നോക്കുകയാ. ഇങ്ങനെയല്ല നോക്കേണ്ടത്, മറുവശമാ ചില്ലിട്ട് സൂക്ഷിക്കേണ്ടത് എന്ന് ശാരദ പറയേ. മറുവശമോ? അവിടെ എന്തോന്ന് എന്ന് ചോദിച്ച് ജയപാലൻ ആ ഫോട്ടോ തിരികെ മറുവശത്ത് എഴുതിയത് കാണുകയാ. അത് കണ്ട് പ്രവീണയും ജയപാലേട്ടാ എന്താ ഇത് എന്ന് ചോദിക്കേ. അത് ഒന്നുമില്ല എന്നൊരു പതർച്ചയോടെ ജയപാലനും. അത് കേൾക്കെ കാവേരിയും പറയുന്നുണ്ട്. പ്രവീൺ ആന്റി അടക്കം മനസ്സിലാകാത്തവർക്ക് ഞാൻ വിശദീകരിച്ചു തരാം. ഈ ജയപാലൻ അങ്കിളിനെ പറ്റി എന്റെ അച്ഛൻ എഴുതിയ വാക്കുകളാ. അച്ഛൻ അവസാനമായിട്ട് എഴുതിയത്. ആത്മാർത്ഥമായിട്ട് സുഹൃത്തിനെ വിശ്വസിച്ച അച്ഛൻ തന്റെ പ്രതിഷേധം ചുരുങ്ങിയ വാക്കുകളിൽ ഒതുക്കി. അന്ന് രാത്രി ഹൃദയം പൊട്ടി എന്റെ അച്ഛൻ മരിക്കുകയും ചെയ്തു. അച്ഛന്റെ കയ്യിൽ നിന്ന് ഇയാൾ ഇരുന്ന് വാങ്ങിയതിനോ തട്ടിയെടുത്തതിനോ രേഖകളില്ല. ജയപാലൻ അരവിന്ദന്റെ കുടുംബത്തിന് ചെയ്യുന്നതെല്ലാം ഔദാര്യം, സഹായം. ദേ ഇപ്പൊ കൊണ്ടുവന്ന ഈ രണ്ടാം കല്യാണം വരെ എന്ന് കവരി വിളിച്ചു പറയേ. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അനാവശ്യം പറയരുത് കേട്ടോ എന്ന് ജയപാലൻ. അയാൾ വീണ്ടും ആ ഫോട്ടോ ചുമരിലേക്ക് തൂക്കി. ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പയ്യനോടും കൂട്ടരോടും ചോദിക്കേ. ഇല്ല എന്ന് അവരും. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ വിശദീകരിക്കാം. ഇവൾക്ക് ഈ കാവേരിക്ക് എന്നോട് ശത്രുതയാ. എന്റെ പെങ്ങൾ രാജേശ്വരിയുടെ റിസോർട്ടിൽ ഇവൾക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തത് ഞാനാ. അവിടെ ചില കള്ളത്തരങ്ങളൊക്കെ എന്ന് ജയപാലൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നിർത്ത് എന്ന് ശാരദയും തടയുക. ഒരു ഞെട്ടലോടെ ജയപാലൻ നോക്കുമ്പോഴേക്കും പഴയതൊന്നും എടുത്തിട്ട് അലക്കണ്ട, എനിക്കും പലതും പറയാനുണ്ടാവും എന്ന് പറയേ. ശാരദയും ഇത് വിശ്വസിക്കുന്നുണ്ടോ? അരവിന്ദൻ അവസാനമായിട്ട് എഴുതിയ വാക്കുകൾ എന്നതിന് എന്താ തെളിവ്? എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവൾ എഴുതിയതാണെങ്കിലോ ആരും കാണാതെ എന്ന് ജയപാലൻ ചോദിക്കേ. ജയപാലേട്ടാന്ന് വിളിച്ച നാവുകൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത് എന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് ശാരദയും പറയുന്നുണ്ട്. എനിക്കില്ലാതെ പോയ ഒരു സഹോദരന്റെ സ്ഥാനത്താ ഞാൻ നിങ്ങളെ കണ്ടത്. ആ വിഗ്രഹം ഇപ്പോ താഴെ വീണ് കിടക്കുക. പൊട്ടിയ കഷ്ണങ്ങൾ തോണ്ടി ദൂരെ എറിയാൻ എന്നെ നിർബന്ധിക്കരുത് എന്ന് ശാരദ ഉറപ്പിച്ചു പറയുമ്പോഴേക്കും ഒരു പതർച്ചയോടെ രാധമ്മയെ നോക്കി അമ്മ എന്ന് വിളിക്കുന്നുണ്ട് ജയപാല. എന്റെ ഈ കൈകൊണ്ട് എത്ര ഉരുള ചോറ് നിനക്ക് കുഴച്ചു തന്നിട്ടുള്ളതാടാ എന്ന് രാധമ്മയും ദേഷ്യത്തോടെ ചോദിക്കേ. വിനീത് ജയപാലന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് അങ്കിൾ ഇങ്ങു വന്നേ എന്ന് പറഞ്ഞ് ജയപാലനെ മാറ്റി നിർത്തി. ഗംഗയെ ഇവിടുന്ന് നാട് കടത്തുമെന്നല്ലേ അങ്കിൾ എന്നോട് പറഞ്ഞത്? അവൾ എങ്ങോട്ടും പോകുന്നില്ല അങ്കിളെ, ഇവിടെ തന്നെ ഉണ്ടാകും. ഗംഗയുള്ളിടത്ത് ഈ വിനീതും ഉണ്ടാവും. ഇവിടെ വരരുതെന്ന് അങ്കിൾ എന്നോട് പലവട്ടം വിലക്കിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അടിയാളനെന്നും അല്പബുദ്ധിയെന്നും പരിഹസിച്ചിട്ടുമുണ്ട്. അതെല്ലാം ഞാൻ അങ്ങ് വിടുവാ അങ്കിളെ, എനിക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ വീട്ടിൽ ആൺതരിയായി വരുന്നത് ഞാനാ, അതായത് ഗൃഹനാഥൻ. ആ ഒരു അവകാശത്തിൽ ഞാൻ പറയുവാ, എന്റെ അമ്മാവിനോട് ചെയ്തത് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്രയുമെങ്കിലും എനിക്ക് എന്റെ അമ്മാവിന് വേണ്ടി ചെയ്യണം അങ്കിളെ എന്ന് പറഞ്ഞ് ജയപാലനെ തനിക്ക് അഭിമുഖമായി നിർത്തി ഇറങ്ങി പോടാ പന്നെ എന്ന് പതിയെ പറഞ്ഞ് ചിരിയോടെ നിൽക്കേ. ജയപാലനും എടാ മോനെ, ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോവുക, പക്ഷേ എനിക്കിവിടെ തിരിച്ചു വരേണ്ടി വരും എന്ന് ശബ്ദം താഴ്ത്തി പറയേ. നീ വാ എന്ന് ചിരിയോടെ വിനീതു. വരുമെടാ വരും എന്ന് ജയപാലനെ വെല്ലുവിളിക്കേ. അപ്പൊ ശരി അങ്കിളെ എന്ന് ചിരിയോടെ വിനീത് യാത്ര പറയേ. അവനോടും ചിരിയോടെ യാത്ര പറഞ്ഞേ നമുക്ക് ഇറങ്ങാം എന്ന് പയ്യനോടും കൂട്ടരോടും ജയപാലൻ വിളിച്ചു പറയേ. അവരും പുറകെ ജയപാലനും ആ വീട്ടിൽ നിന്നിറങ്ങുകയാ. ജയപാലന്റെ ആ പോക്കും നോക്കി നിൽക്കുന്ന വിനീതിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഗംഗയുമായുള്ള വിനീതിന്റെ കല്യാണം നടക്കില്ലെന്ന് സുജാത പറയുന്നതും
ഗംഗയ്ക്ക് വേണ്ടി ശാരദ സുജാതയുടെ കാലു പിടിക്കുന്നതും അമ്മ എതിർത്ത് താൻ ഗംഗയെ വിവാഹം കഴിക്കുമെന്ന് വിനീത് ഉറപ്പിച്ചു പറയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.